എന്തിനാ യാദവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ കരിയർ നശിപ്പിക്കാൻ എന്തിനാ ആഗ്രഹിക്കുന്നത്? അഞ്ജലി ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല ബേബ്. ഇന്ന് രാത്രി നീ എന്റെ കൂടെ വന്ന നാളെ ഞാൻ ത്രൈ മീഡിയയ്ക്ക് പരസ്യം കൊടുക്കും. പ്രോമിസ്. അത് പറയുമ്പോൾ അഞ്ജലിയോടുള്ള യാദവിന്റെ കൊതി അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു. ഇവിടെ ഇങ്ങനെയുള്ള തരം താണവരാണ് വരുന്നതെന്ന് നിഹാരിക എന്നോട് പറഞ്ഞില്ലല്ലോ അഞ്ജലി. രൂക്ഷമായി യാദവിനെ നോക്കി ഋഷി പരിഹാസത്തോടെ ചോദിച്ചു. യാദവ് ആശയക്കുഴപ്പത്തിൽ ഋഷിനെ നോക്കി. ഇവനെയൊക്കെ ആരെ ഇവിടേക്ക് വിട്ടത്? നീ ആരാണെന്ന നിന്റെ വിചാരം? എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? യാദവ് തിരികെ പരിഹാസത്തോടെ പറഞ്ഞു. ഇത് ത്രൈ മീഡിയയുടെ പുതിയ ചെയർമാനാണ്. അഞ്ജലി ആ കമ്പനിയിലെ ഇപ്പൊ ജോലി ചെയ്യുന്നത്. അപ്പോഴേക്കും ഒരാൾ യാദവിന്റെ ചെവിയിൽ പറഞ്ഞു. നീയാണോ ചെയർമാൻ? നീ എന്നോട് ഇത് നേരത്തെ പറയണ്ടേ? ഇവളോട് സംസാരിച്ച് വെറുതെ സമയം വേസ്റ്റാക്കി. ഓക്കെ ഋഷിനെ, എനിക്ക് ഇവളെ വേണം. എങ്കിലേ നിങ്ങളുടെ കമ്പനിക്ക് പരസ്യങ്ങൾ കിട്ടൂ. ഇല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പരസ്യവും നിങ്ങൾക്ക് കിട്ടില്ല. ഋഷി ആരാണെന്ന് അറിഞ്ഞിട്ടും യാദവ് ക്രൂരമായ ഭീഷണി മുഴക്കി. അയ്യോ, നിങ്ങൾ അത്ര വലിയ ആളാണോ? അറിഞ്ഞില്ല. സാർ ഏത് കമ്പനിയുടെ ആളാണാവോ? ഋഷി പുച്ഛത്തോടെ ചോദിച്ചു. നിനക്ക് എന്നെപ്പറ്റി അറിയില്ലേ? ഈ യാദവ് ആരാണെന്ന് അറിയില്ലേ? യാദവ് ഋഷിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ ആരാ? എന്താ നിന്റെ യോഗ്യത? എല്ലാം നിനക്കറിയാവുന്നതാണല്ലോ. ഋഷി യാദവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്കെന്നെ അറിയില്ല. രാജ് എന്റർടൈൻമെന്റ് ആൻഡ് അഡ്വർടൈസ്മെന്റ് കമ്പനിയെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ? അതുപോലും കേൾക്കാത്ത നിന്നെപ്പോലെ ഒരുത്തൻ മീഡിയ ഫീൽഡിൽ ഉണ്ടെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഋഷിയെ അംഗീകരിക്കാൻ കഴിയാതെ യാദവ് പറഞ്ഞു. ഓ, നീയാണോ ആ കമ്പനിയുടെ ഉടമ? ഞാനും കേട്ടിട്ടുണ്ട് ആ കമ്പനിയുടെ മുതലാളി 4 പൈസയ്ക്ക് കൊള്ളാത്തവനാണെന്ന്. അത് ശരിയാണല്ലേ? ഋഷി വീണ്ടും അവനോട് പരിഹാസത്തോടെ ചോദിച്ചു. യാദവിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. നിന്റെ കമ്പനിക്ക് ഇനി പരസ്യം ഒന്നും കിട്ടില്ല. എന്റെ പവർ എന്താണെന്ന് നീ അറിയ ഋഷി, അവൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, പേടിപ്പിക്കാതെ സാർ, ഇങ്ങനൊന്നും പറയല്ലേ. എന്തോടെ? നിന്നെ കണ്ട ഞാൻ പേടിക്കുമെന്ന് നീ കരുതിയോ? ത്രൈ മീഡിയ പരസ്യത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണെന്ന് നീ വിചാരിച്ച അത് നിന്റെ വിഡ്ഢിത്തരം മാത്രമാണ്. പിന്നെ നീ സത്യം പറഞ്ഞത് നന്നായി. ഈ പ്രശ്നങ്ങളൊക്കെ ആര് കാരണമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി. ഋഷി അവനെ തറപ്പിച്ചു നോക്കി. നീ ഈ പറയുന്നതിനൊക്കെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പോലും നിനക്ക് ഊഹിക്കാൻ കഴിയില്ല. വെല്ലുവിളി എന്ന പോലെ യാദവ് പറഞ്ഞു. നിനക്ക് പറ്റുമെങ്കിൽ നീ ഒരു കൈ നോക്ക്. അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്ന്. ഋഷി പുച്ഛിച്ചു പറഞ്ഞു. രണ്ടുപേരും ശക്തരായ ആളുകളായതിനാൽ ഇരുപക്ഷത്തിനും വേണ്ടി സംസാരിക്കാൻ ആരും തയ്യാറായില്ല. അവിടെ കൂടി നിന്നവർ മൗനം പാലിച്ചു. നീ എന്നെ ഒരുപാട് കൊച്ചാക്കി കളഞ്ഞു, അത് വേണ്ട എന്ന് പറഞ്ഞ് യാദവ് അവന്റെ തോളിലൊന്ന് തട്ടി. അപ്പോഴേക്കും അവർ നിന്നിരുന്നതിനരികിൽ 2 ശക്തരായ ബോഡി ഗാർഡ്സ് വന്നു നിന്നു. അവർ ഇരുവരും യാദവിന്റെ അംഗരക്ഷകരായിരുന്നു. ഇത്തരം പ്രശ്നങ്ങളിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നല്ല പോലെ പണം നൽകി ഇങ്ങനെ കുറച്ചുപേരെ യാദവ് നിയമിച്ചിരുന്നു. ഇവിടെ പരിപാടി നടക്കുമല്ലേ, സോ ഇവിടെ തൽക്കാലം വേണ്ട. നീ വാ, നമ്മുടെ ബാക്കി സംസാരം കുറച്ച് മാറി നിന്നിട്ടാവാം. ജെൻസ്, റെസ്റ്റ് റൂമിൽ പോവാം, വാ. നമുക്ക് അവിടെ വെച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാം, ഓക്കെ? ഋഷിയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് യാദവ് അഞ്ജലിയുടെ നേരെ തിരിഞ്ഞു. ഇവരുടെ മുമ്പിൽ വെച്ച് തല്ലുകൂടാൻ എനിക്ക് താല്പര്യമില്ല. മൈ ഡിയർ, വെറും 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഇവന്റെ കഥ കഴിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യം തീരുമാനിക്കാം. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അഞ്ജലി വെറുപ്പോടെ മുഖം തിരിച്ചു. ഓ, ഓക്കെ, നമുക്ക് നോക്കാം. ഋഷിനും തയ്യാറെടുത്ത പോലെ പറഞ്ഞതും അഞ്ജലി ഋഷിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ദയവ് ചെയ്ത് അങ്ങോട്ട് പോരുത് ഋഷി. നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അവൻ വളരെ വൃത്തികെട്ട ആളാണ്. ശരിക്കും ആ ബോഡി ഗാർഡ്സിനെയൊക്കെ കൊലയാളികൾ എന്ന് പറയുന്ന കറക്റ്റ്. നീ ഒറ്റയ്ക്കാണ് അവരോട് എതിർക്കാനുള്ളത്. ഒറ്റയ്ക്ക് പോയാ നിന്റെ ജീവനായിരിക്കും അപകടത്തിലാവുന്നത്. അഞ്ജലി പരിഭ്രമത്തോടെ പറഞ്ഞു. എന്തിനാ ഡാർലിംഗ് നീ അവനെ തടയുന്നത്? അവൻ ശരിക്കും എന്റെ ചവിട്ട് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക. ഇവനെ പോലെ ചോദിച്ചു വാങ്ങാൻ നിൽക്കുന്നവന് വേണ്ടി ബേബി സംസാരിക്കില്ലേ? യാദവ് പെട്ടെന്ന് അഞ്ജലിയോട് പറഞ്ഞത് കേട്ട് ഋഷി ഉറക്കെ ചിരിച്ചു. എന്നാലേ എനിക്കതൊന്ന് കാണണം. എത്ര അനുഭവം ഉണ്ടെങ്കിലും പഠിക്കില്ല. നിനക്ക് ആത്മവിശ്വാസം കുറച്ച് കൂടുതലാ.
എനിക്കിത് ഇഷ്ടമായി. ഋഷി ഒരു ചിരിയോടെ പറഞ്ഞു. ഓ, നീയും മോശമല്ലല്ലോ. പക്ഷേ നിനക്ക് ബുദ്ധി അല്പം കുറഞ്ഞുപോയി. ഏതോ ധൈര്യശാലിയാണെന്നല്ലേ നിന്റെ വിചാരം. നീ വാ, ഞാൻ കാണിച്ചു തരാം. അടി കിട്ടുമെന്ന് അറിഞ്ഞിട്ടും കടുവയുടെ മാളത്തിലേക്ക് തന്നെ കേറി വരാൻ ചങ്കൂറ്റം കാണിക്കുന്നുണ്ടല്ലോ. ഓർത്തോ നീ, ഈ ബ്ലൈൻഡ് കോൺഫിഡന്റ് നിനക്ക് വിനയാവും. നീ കടുവയോടാ കളിക്കുന്നത്. യാദവ് അഹങ്കാരത്തോടെ മറുപടി പറഞ്ഞു. ഇഷ്, എന്താ കടുവയോ? ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ഇതാണോ? ശരിക്കും കടുവയെന്നാണോ കടലെന്നാണോ നീ പറഞ്ഞത്? ഇനി കടുവയാണെങ്കിൽ ഈ പല്ലുപോയ കടുവയെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഋഷി യാദവിനെ പരിഹസിച്ചതും ആൾക്കൂട്ടത്തിൽ നിന്നും ആരൊക്കെയോ അറിയാതെ ചിരിച്ചുപോയി. കൂടുതലൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. റെസ്റ്റ് റൂമിലേക്ക് വാ. ഞാൻ കടുവയാണോ കടലയാണോ എന്നൊക്കെ നേരെ കാണിച്ചു തരാം. ദേഷ്യം നിറഞ്ഞ ഭാവത്തിൽ യാദവ് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ഋഷിന്റെ തോളിൽ തന്റെ തോള് കൊണ്ട് ഇടിച്ച് യാദവ് അവിടെ നിന്നും റെസ്റ്റ് റൂമിലേക്ക് പോകാൻ തിരിഞ്ഞു. ഈ പ്രോഗ്രാം കഴിഞ്ഞ് അവൻ ഇവിടെ നിന്നും 2 കാലിൽ നടന്ന് തിരിച്ചു പോരുത്. പറഞ്ഞു കേട്ടല്ലോ. യാദവ് തന്റെ ബോഡി ഗാർഡ്സിനോട് പറഞ്ഞതും അവർ അനുസരണയോടെ കേട്ടു. യെസ് സർ. ബോഡി ഗാർഡ്സ് 2 പേരും മറുപടി നൽകിക്കൊണ്ട് യാദവിന്റെ പുറകെ റെസ്റ്റ് റൂമിലേക്ക് പോകാൻ തയ്യാറെടുത്തു. സത്യത്തിൽ എന്തിനും പോകുന്ന ആ ബോഡി ഗാർഡ്സ് ആയിരുന്നു അവന്റെ ധൈര്യം. അപ്പോഴാണ് യാദവ് ശ്വേതയെ കണ്ടത്. നിന്റെ പേരെന്താ? കുറച്ച് പ്രായം കൂടുതലാണെങ്കിലും നീയും സുന്ദരിയാണ്. എനിക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. അതും പറഞ്ഞ് അവൻ ശ്വേതയുടെ കവിളിൽ തലോടി. അവന്റെ പ്രവൃത്തി അലോസരപ്പെടുത്തിയത് കൊണ്ട് ശ്വേത പെട്ടെന്ന് പുറകിലേക്ക് നീങ്ങി നിന്നു. എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ. സ്റ്റോപ്പ് ഇറ്റ്. നിന്റെ അഹങ്കാരമൊക്കെ ഇന്ന് തീരും. യാദവിന്റെ ഭാവം കണ്ട് ശ്വേത ദേഷ്യത്തിൽ പറഞ്ഞു. അവനെന്നെ എന്ത് ചെയ്യുന്ന? ഒരു ചുക്കും നടക്കില്ല. കുറച്ചുകൂടി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ ബേബീസ്. അത്രയും പറഞ്ഞ് അവൻ റെസ്റ്റ് റൂമിലേക്ക് പോയി. അവന് പുറകെ ദേഷ്യത്തിൽ ഋഷിയും നടക്കാൻ തുടങ്ങി. അഞ്ജലിയും ശ്വേതയും പരസ്പരം നിസ്സഹായതയോടെ നോക്കി നിന്നു. യാദവിന്റെ കൂടെയുള്ള ആ ബോഡി ഗാർഡ്സ് ശരിക്കും ക്രൂരന്മാരാണ്. ഇന്ന് ഋഷിന്റെ കാര്യം കഴിയുമെന്ന് തോന്നുന്നു. അവനത് വെറുതെ ചോദിച്ചു വാങ്ങിയതാണ്. കൂട്ടത്തിൽ ആരൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി. റെസ്റ്റ് റൂമിലെത്തിയ അടുത്ത നിമിഷം തന്നെ 2 ബോഡി ഗാർഡ്സും ഋഷിക്ക് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ അവർക്ക് അവനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുൻപ് ഋഷി അവരെ 2 പേരെയും എടുത്തിട്ട് അടിക്കാൻ തുടങ്ങിയിരുന്നു. ഋഷിയുടെ വേഗത്തിലും ശക്തിയിലും ആ 2 ഗുണ്ടകൾക്കും പിടിച്ചു നിൽക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല. അവരിരുവരും നിമിഷ നേരങ്ങൾക്കകം തന്നെ രക്തം തുപ്പി താഴെ വീണു. അവിടെയിരുന്ന് എല്ലാം കണ്ട യാദവ് ഞെട്ടലോടെ ഋഷിയെ നോക്കി. അത് കണ്ടെങ്കിലും ഒന്നും പറയാതെ ഋഷി തന്റെ കൈകൾ കഴുകാനായി വാഷ് ബേസിന് നേരെ തിരിഞ്ഞു. എന്താ നീ ചെയ്ത ഋഷി? ഋഷിയുടെ അടികൊണ്ട് താഴെ ബോധം പോയി കിടക്കുന്ന ബോഡി ഗാർഡ്സിനെ നോക്കി യാദവ് അന്താളിപ്പോടെ ചോദിച്ചു. എന്താ കണ്ണും കാണാതായോ യാദവ്? അല്ല, നെക്സ്റ്റ് മാച്ച് നമ്മൾ തമ്മിലല്ലേ. നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ലേ? രക്തം പുരണ്ട തന്റെ കൈ കഴുകുന്നതിനിടെ ഋഷി ചോദിച്ചു. എന്ത് നമ്മളോ? ആദ്യം നീ എന്റെ ബോഡി ഗാർഡ്സിനോട് ജയിക്ക്, എന്നിട്ട് ആലോചിക്കാൻ ബാക്കി. യാദവ് പതർച്ചയോടെ പറഞ്ഞു. അത് കേട്ടതും ഋഷി പൊട്ടിച്ചിരിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.